ഇറാന്റെ മിസൈൽ ശേഖരണ കേന്ദ്രങ്ങൾക്കും ലോഞ്ചറുകൾക്കുമെതിരായ പ്രതിരോധ ആക്രമണങ്ങൾക്കായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ അഭ്യർത്ഥന രാജ്യം അംഗീകരിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഗൗരവതരമാണ്. മേഖലയിലുടനീളം ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നത് തടയുക എന്ന പരിമിതമായ പ്രതിരോധ ലക്ഷ്യത്തോടെ US താവളങ്ങൾ ഉപയോഗിക്കാം എന്ന ബ്രിട്ടൻ എക്സ് സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന പശ്ചാത്തലം പ്രധാനമാണ്. ഏതായാലും സംയുക്ത വ്യോമാക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല, ഇനിയുള്ള ആക്രമണങ്ങളിൽ പങ്കുചേരില്ല എന്നും ബ്രിട്ടൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പല ഹോട്ടലുകളിലും മറ്റും ബ്രിട്ടീഷ് പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലുകളിലും വിമാനത്താവളങ്ങളിലും ഇറാൻ്റെ പ്രത്യാക്രമണങ്ങളുടെ ഭാഗമായുള്ള മിസൈലുകൾ പതിച്ചു. അത് പ്രതിഷേധത്തിൽ ഇടയാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലുണ്ട് ബ്രിട്ടീഷ് വിമാനങ്ങൾ, അത് അത്തരത്തിൽ തുടരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ലോകരാജ്യങ്ങൾ പലതും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന പശ്ചാത്തലം കൂടി പ്രധാനമാണ്. ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചു നൽകും എന്നുള്ള സൂചനകൾ പറയുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് ബ്രിട്ടനും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ഇറാൻ്റെ പ്രതിരോധം എവിടെ വരെ, ഇറാൻ്റെ ആക്രമണോത്സുകത എവിടെ വരെ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാത്തിരുന്ന് കാണണം എന്തൊക്കെയാണ് സംഭവിക്കുക. അജയ്, ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ വല്ലാത്ത തോതിലുള്ള ആശങ്കയും മറ്റും സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, UAEയിലെയും മറ്റും പ്രശ്നങ്ങൾ, ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും കാര്യമായി അവരെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾക്കിടയിലൂടെയാണ് വീണ്ടും യുദ്ധം തുടരും എന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 4 ആഴ്ചയോളം ചിലപ്പോൾ ഈ യുദ്ധം തുടർന്നേക്കാം എന്നുള്ള ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പ് അത് തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ആദ്യത്തെ 2 ദിവസം തന്നെ വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും വ്യാപകമായിട്ടുള്ള ഒരു ആൾനാശവും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇത് 4 ആഴ്ച നീണ്ടാൽ ഇനി ഗൾഫ് മേഖലയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഈ ബെയ്ററ്റിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലെബനന്റെ തലസ്ഥാനമാണ് ബെയ്ററ്റ്. അപ്പോൾ അവിടെ ഈ അപ്രതീക്ഷിതമായുള്ള ഈ ഹെസ്ബുള്ളയുടെ ഇസ്രായേലിലോട്ടുള്ള ആക്രമണം, ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം, ഇതെല്ലാം കാരണം ഈ ബെയ്ററ്റിലുള്ള ജനങ്ങൾ വളരെ ആശങ്കാജനകരായി അവിടെ നിന്ന് നഗരം വിട്ട് പുറത്തേക്ക് പോകാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെ അവിടെ നഗരത്തിന് ചുറ്റുമുള്ള മേഖലകളിൽ രൂപപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഹെസ്ബുള്ളയുടെ ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുതിർന്ന അവരുടെ ആർമി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഈ സംഘർഷം അത് മറ്റൊരു ഫ്രണ്ടിൽ തുറക്കാതിരിക്കാനുള്ള കൂടുതൽ ഒരു മുന്നൊരുക്കങ്ങൾ, ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതിനെ കാണാൻ സാധിക്കും. പക്ഷേ അത് തന്നെയാണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. അതായത് ഈ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തി ഇപ്പോൾ പൊളിറ്റിക്കലായി ഇറാനെ തകർത്തതുപോലെ ഈ ഒരു ഹെസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൂടി മറ്റൊരു മുതിർന്ന നേതാവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരെ ഒന്ന് തളർത്താൻ തന്നെയാണ് ഇസ്രായേൽ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലെബനിലുള്ള ആക്രമണവും ഇവരുടെ പ്രത്യാക്രമണവും അതെല്ലാമാണ്. ഈ ലെബനന്റെ പ്രധാനമന്ത്രി ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ കടുത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ഈ മേഖലയിലും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 7 രാജ്യങ്ങൾ സംയുക്തമായി ഇറാന്റെ ഈ പുതിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് US, ബഹ്റൈൻ, ജോർദൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തുവിട്ടത്. അതായത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഇറാൻ ആക്രമണത്തെ ശക്തമായി എതിർക്കുന്നു. ഇത് കൂടുതൽ സംഘർഷങ്ങൾ വ്യാപിക്കാനേ സഹായകരമാകുള്ളൂ. ഇത് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന സ്ട്രൈക്കുകളല്ല എന്നാണ് ഈ രാജ്യങ്ങൾ സംയുക്തമായി പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ കടുത്ത രീതിയിൽ തന്നെ മേഖലയിൽ ഈ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ US-ഉം ഇപ്പോൾ ഏതാണ്ട് ഒരു ചേരിയിൽ വരുന്നു എന്നതുകൂടിയാണ് ഈ ഒരു സംയുക്ത പ്രസ്താവന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളും ഒപ്പം US-ഉം ആണ് ഈ സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഇസ്രായേൽ ഇതിൻ്റെ ഭാഗമായിട്ടില്ല ഈ സംയുക്ത പ്രസ്താവനയുടെ. ഇസ്രായേൽ എന്നാലും പുറത്തു നിന്നുള്ളൊരു പിന്തുണ ഇസ്രായേലിന് ഇതിന് ഉണ്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇറാൻ ഏറ്റവും വലിയ ഒരു അക്കിടി പറ്റിയതും അവിടെ തന്നെയാണ്. അതായത് ഈ US ബേസുകളെ കേന്ദ്രീകരിച്ച്
ഈ ഇസ്രായേലും US-ഉം സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമായി US ബേസുകളെ ലക്ഷ്യമിടുമ്പോൾ ഗൾഫ് രാജ്യങ്ങളും തങ്ങൾക്ക് പിന്തുണ നൽകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒമാനിൽ ആക്രമണം നടത്തിയിട്ടും ഒമാൻ സ്വീകരിക്കുന്ന ഒരു ന്യൂട്രൽ സ്റ്റാൻഡുണ്ട്. അതുപോലൊരു സ്റ്റാൻഡ് മറ്റ് ഗൾഫ് രാജ്യങ്ങളും സ്വീകരിക്കും എന്നായിരുന്നു ഇറാൻ പ്രധാനമായിട്ടും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനെതിരെ തിരിയുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ US-ഉം ഇവർക്ക് പിന്തുണയുമായി ഒപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കടുത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ലെബനൻ്റെ തെക്ക് ഭാഗത്തുള്ള 3 നഗരങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു എന്നാണ്. അതായത് ഈ ഹെസ്ബുള്ള ആക്രമണത്തിന് എതിരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഈ ലെബനൻ്റെ തെക്ക് ഭാഗത്തുള്ള 3 നഗരങ്ങൾക്ക് ഇപ്പോൾ നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഹാരിസ്, അതുപോലെ തന്നെ നബറ്റിഹെ, അതുപോലെ അൽ ഫവാക്ക തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ആക്രമണം നടന്നത് എന്നാണ് നിലവിൽ അറിയുന്നത്. ഈ മെഫ്ഡൗൺ എന്ന് പറയുന്ന നഗരത്തിലും നിലവിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ബെയ്റൂട്ട് എന്ന് പറയുന്ന തലസ്ഥാനത്തിൽ മാത്രമല്ല മറ്റ് തെക്കൻ ഭാഗത്തുള്ള നഗരങ്ങളിലും ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഈ ഹെസ്ബുള്ള റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനകത്ത് ആക്രമണം നടത്തിയതിൻ്റെ ഒരു പ്രത്യാക്രമണമായിട്ടാണ് ഇസ്രായേൽ നിലവിൽ സംഘർഷം നടത്തുന്നത്. ഹൈഫയിലുള്ള ഒരു മിലിറ്ററി ബേസിലേക്കാണ് നേരത്തെ ഹെസ്ബുള്ള ആക്രമണം നടത്തിയത്. അതിൻ്റെ ഒരു പ്രത്യാക്രമണം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഈ മേഖലയെ കേന്ദ്രീകരിച്ച് ഇവർ ഇനി അങ്ങോട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് പ്രത്യാക്രമണമായിട്ട് ഹെസ്ബുള്ള കൂടി തിരിയുകയാണെങ്കിൽ ഈ യുദ്ധമുഖത്ത് മറ്റൊരു ഫ്രണ്ട് കൂടി തുറക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതാണ് സാഹചര്യം. ഹിസ്ബുള്ളയുടെ ആക്രമണവും പ്രധാനമാണ്. ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു. ലെബനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയും ചില നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടെ പാകിസ്ഥാനിൽ ഇറാൻ അനുകൂല പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആക്രമണമുണ്ടായി എന്ന വിവരമുണ്ട്. 7 പേർ കൊല്ലപ്പെട്ടു. കറാച്ചിയിൽ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിവെപ്പിൽ 10 പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിർണായകമായ ഒന്നാണ്. അത് പാകിസ്ഥാനിൽ തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ. നമുക്കറിയാം, ഷിയ വിഭാഗത്തിൻ്റെ നേതാവാണ് കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖുമേനി. 10-20 കോടിയോളം ഷിയ വിഭാഗക്കാർ ലോകത്ത് ഉടനീളമുണ്ട്. അവരിൽ വലിയൊരു പങ്ക് പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധം സ്വാഭാവികമാണ്. ഇന്നലെ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ സമയം മുതൽ തന്നെ അവിടെ വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. ഇതിനിടയിലാണ് അവർ പാകിസ്ഥാനിലെ US-ൻ്റെ എംബസി ആക്രമിച്ചത്. ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയും തകർക്കുകയും മറ്റും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.